മച്ചന്മാരെ ഇവിടുത്തെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് അറിയില്ല, മഴയത്ത് പ്ലംബിങ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ടാസ്ക്കാണ്. നമുക്ക് കൈക്കോട്ടിലും അതേപോലെ എല്ലാത്തിലും ഒട്ടിപ്പിടിച്ച് ഭ്രാന്താവും മണ്ണ്. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഒരു സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വാട്ടർ ടാങ്കാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ അതോറിറ്റിയും അതേപോലെ നമ്മൾ സാധാരണ കിണറ്റിന് രണ്ട് സെപ്പറേറ്റാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ വാൾവ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ ടാങ്കിൽ വെള്ളമില്ലെങ്കിലും നമുക്ക് ഇതിൽ കയറ്റാൻ പറ്റും. അതെല്ലാം നേരെ മറിച്ച് നമുക്കിപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ 2 ടാങ്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടാങ്ക് നമുക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബൈപ്പാസ് ആയിട്ട് മറ്റേ ടാങ്കിൽ നിന്ന് കയറിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പ്ലംബ് ചെയ്യുമ്പോൾ ചില വീടുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ക്ലൈൻറ്റ് പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മളതായ ഒരു ഐഡിയയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലൈൻറ്റിന് ഇവിടെ 2 ടാങ്ക് വേണം, അവർക്കൊരു വാട്ടർ അതോറിറ്റി കണക്ഷൻ വേറെ ടാങ്ക് സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. പിന്നെ അതേപോലെ ഇവിടുത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ മോട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇവിടെ വാട്ടർ അതോറിറ്റി പൈപ്പിൻ്റെ വേറെ പൈപ്പ് അതുവരെ കളച്ചിട്ടുണ്ട്. ഇതിപ്പം മോട്ടറിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ ആ അറ്റം വരെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് കിണർ വരും കേട്ടോ. ആ ഭാഗത്താണ് കിണർ കുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ സമ്മർസിബിൾ കേബിളും മറ്റേ അതേപോലെ തന്നെ ഇതിനൊക്കെ നമ്മൾ ഈ പ്ലംബിംഗ് പൈപ്പിനെ ഇട്ട് കൊടുക്കും കേട്ടോ.